ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മഴയാട്ടോ, രാവിലെ മുതലേ നല്ല മഴയാണ്. അപ്പോൾ ജനൽ തുറന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കേട്ടോ. പിന്നെ എന്താ പറയുക, കടയ്ക്ക് നിന്ന് എണീക്കാൻ വരെ തോന്നുന്നില്ല, നല്ല മഴയാണ്, മൂടി പൊതിച്ചുറങ്ങാൻ നല്ല സുഖമുണ്ട്. അപ്പോൾ ഇന്നൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് തന്നെ ഒരു ബൗളിൽ കുറച്ച് ബൂസ്റ്റ് പൊടി എടുത്തിട്ട് അതിലേക്ക് പാൽ മിക്സ് ആക്കിയിട്ട് ബൂസ്റ്റ് ആക്കി എടുക്കുക. അതായത് പാലിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് ബൂസ്റ്റ് ആക്കി എടുക്കുക. പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് എടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മെഷർമെൻറ്റ് എടുക്കുക കേട്ടോ. ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ സുമാർ കണക്കിൽ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇഷ്ടമുള്ളപോലെ ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കാരമലൈസ് ചെയ്തിട്ട് എടുക്കുക, എന്നിട്ട് അതൊന്ന് റെസ്റ്റിലേക്ക് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം, ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഉണ്ട്. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ, അതായത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന പുഡിംഗ് ട്രേയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീമിൻ്റെയൊക്കെ അളവ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്, അത്യാവശ്യം ചെറിയ ട്രേ ആണ് എൻ്റെത്. ഇനി അതിലേക്ക് ഒരു 2 or 3 ടേബിൾ സ്പൂൺ, അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ ഞാനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഉപ്പ് കുറവായിരിക്കും, അതുകൊണ്ടാണ് ഇതെടുത്തത്. സാധാരണ ഉപ്പ് കുറഞ്ഞ ബിസ്ക്കറ്റ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഈ ബിസ്ക്കറ്റാണ് ഞാൻ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം എടുക്കുന്നത്, ഈ ഒരു ബിസ്ക്കറ്റാണ്. ഇനി നമ്മൾ ട്രേയിലേക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ബിസ്ക്കറ്റാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കുക, ബൂസ്റ്റിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഈ മഴൻ്റെ സമയത്ത് നല്ല എരിവുള്ള കടികളൊക്കെ ആയിട്ടാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ എനിക്കിങ്ങനെ തിന്നാൻ തോന്നുമ്പോഴൊക്കെ ഞാനിങ്ങനെ മധുരത്തിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് കഴിക്കും. ഇതിപ്പോൾ മഴ തുടങ്ങിയപ്പോൾ മുതലേ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മധുരം കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ഒരേ മധുരത്തോടുള്ള കടിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ മേലെ കുറച്ചും കൂടി ബിസ്ക്കറ്റൊന്ന് സോക്കാകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ബൂസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റായിട്ട് എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച വിപ്പിംഗ് ക്രീം ഒന്ന് സെറ്റാക്കി കൊടുക്കുക. സെക്കൻഡ് ലെയർ വിപ്പിംഗ് ക്രീമാണ്, അതൊന്ന് സെറ്റാക്കി കൊടുക്കാം. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഒന്നും വലിയ പ്രശ്നമില്ല, പക്ഷേ എങ്കിലുണ്ടല്ലോ ഈ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ കുട്ടികളെ സൗണ്ട് ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ടായിട്ട്, അല്ലെങ്കിൽ ഈ പക്ഷികളും കാക്കകളും ഒക്കെ കൂടിയായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങ് ഇട്ടിളക്കൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ചോക്ലേറ്റും കൂടി ഞാൻ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 3rd ലെയർ. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നമ്മൾ ഒരു 5-10 മിനിറ്റ് ഫ്രീസറിൽ ഒന്നും കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണം കേട്ടോ. അതിന് ശേഷം ഇതാ 5-10 മിനിറ്റ് ഫ്രീസറിൽ വെക്കണം എന്ന് പറയുന്നത് കുറച്ച് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് 3rd ലെയർ നമ്മൾ ചോക്ലേറ്റാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചോക്ലേറ്റ് നന്നായിട്ട് ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഡിസൈനൊക്കെ മേലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കുറച്ചും കൂടി ഒന്ന് ഡിസൈനാക്കി കൊടുക്കുന്നതാണ്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ആക്കിയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ആക്കി വെച്ച കശുവണ്ടി കാരമലൈസ് ചെയ്തത് അതിങ്ങനെ പൊടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഉപ്പ് ഇങ്ങനെ ഉള്ള ആയുധങ്ങളൊക്കെ വാങ്ങി വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഉപകാരമായി. ഇനിയിപ്പോൾ അതൊന്ന് പൊടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറ്റി കേട്ടോ, ഈ മുട്ടിയുള്ളതുകൊണ്ട് പെട്ടെന്ന് പറ്റി. നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്കിനി ഇട്ട് കൊടുക്കണം. ഒരുപാടങ്ങ് പൊടിയാണ്ട, കുറച്ചൊരു വണ്ണത്തിൽ തന്നെ പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതിന് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗാർണിഷിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേലയിൽ ഇതിങ്ങനെ സൈഡിലേക്കായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്യാം, അതൊക്കെ നമ്മൾ ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ പൊതുവേ വിചാരിക്കുന്നൊരു കാര്യമാണ്, നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ എന്ത് ഫുഡ് റെസിപ്പിയും കാര്യങ്ങളൊക്കെ നോക്കുമെങ്കിലും മെഷർമെൻറ്റൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഇട്ട് പഠിക്കണം. അപ്പോഴാണ് നമ്മൾ നല്ലൊരു കുക്കറാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പോലെ ആയിപ്പോവും. നമുക്ക് റെസിപ്പീസ് നോക്കാം, പക്ഷേ അതിലിടുന്ന അളവുകളൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ഒരു ഫോൺ നോക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിപ്പീസ് നോക്കാം, പക്ഷേ നമ്മൾ അതിലിടുന്ന അളവുകളൊക്കെ അത് നമ്മളെ ഇഷ്ടത്തിലൊക്കെ ഇട്ടിട്ട് നോക്കിയിട്ട് ചെയ്ത് പഠിക്കാം. അപ്പോഴാണ് നമ്മളെന്താവുന്നത്, നല്ലൊരു ഫുഡ് മേക്കർ ആവുന്നത്. എൻ്റെയൊക്കെ ഒരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ പണ്ടൊന്നും എനിക്ക് ഒരു അവസ്ഥ ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷേ ഇപ്പോൾ അങ്ങനെ എല്ലാം ഉണ്ടാക്കാൻ അറിയാമെന്നില്ല, എന്നാലും അത്യാവശ്യമൊക്കെ ഉണ്ടാക്കും. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും. നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.